അപ്പോൾ ഹൈടെക് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാപ്പിലാണ്. കാരണം നിങ്ങൾക്കിപ്പം കാണാൻ സാധിക്കും കടൽ കണ്ടിലേക്ക്. അപ്പോൾ സൂര്യ അസ്തമിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ പോകാൻ പോകുന്നത് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കലയിലോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 5-6 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അവിടുത്തെ നൈറ്റ് ലൈഫ് അത് കാണാൻ വേണ്ടിയാണ് പോകുന്നത്, വർക്കലയിലെ നൈറ്റ് ലൈഫ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് നേരെ വർക്കലയിലോട്ട് പോകാം, ബാക്കി കാഴ്ച അവിടെ ചെന്നിട്ട്. അപ്പോൾ ഗായ്സ്, അങ്ങനെ നമ്മളിപ്പോൾ വർക്കല ക്ലിഫിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുണ്ട് സബാൻ, കൊല്ലത്താണ് വീട്. അപ്പോൾ പുള്ളിക്കാരനുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. സബാനെ, നിനക്ക് എന്താണ് പറയാനുള്ളത്? അവിടുത്തെ വർക്കല നൈറ്റ് ലൈഫ് അടിപൊളിയാണ്, ഒരു എക്സ്പീരിയൻസ് ചെയ്യണം. നമുക്കവിടെ അത് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോയി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോൾ മെയിനായിട്ട് ഓഫ് സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ വലുതായിട്ടുള്ള തിരക്കുകളൊന്നുമില്ല. ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഫോറിനേഴ്സൊന്നും വരുന്നില്ല. ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ തമിഴ്നാട്, ആന്ധ്ര, അങ്ങോട്ട് അവിടെ നിന്നുള്ള നോർത്ത്, സൗത്ത് അങ്ങോട്ട് നിന്നുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് വരുന്നത്. ഫോറിനേഴ്സ് പറഞ്ഞത് ഇപ്പം വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് അകത്തോട്ടുള്ള പോയി കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഇവിടുത്തെ മെയിൻ എൻട്രൻസ്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഉള്ള കാഴ്ചകൾ. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കിവിടെ ലൈറ്റ് കൊണ്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ അതേപോലെ ഫിഷ് അതേപോലെയുള്ള സാധനമെല്ലാം വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ അകത്തൊരു കട ഉണ്ട്, അതിലൊരു അടിപൊളി കട. പക്ഷേ ഈവനിങ് ടൈം വന്നിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല വൈബായിരുന്നു തന്നെ. പക്ഷേ നമ്മൾ വന്ന് കുറച്ച് ലേറ്റായിപ്പോയി. നമുക്ക് എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ കാണാം. അത്യാവശ്യം ഇന്ന് വലിയ പരിപാടികൾ ഒന്നും കാണാനുള്ള ഇതില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ബുധനാഴ്ച ദിവസമാണ്. അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. എങ്കിലും നമുക്ക് അത്യാവശ്യമുള്ള ഇതൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമുക്ക് ഇതേപോലെ കണ്ട ബാഗ്, അതേപോലെ ഡ്രസ്സ്, അതെല്ലാം വിൽക്കാൻ വെച്ചിങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോവാം. അപ്പോൾ കാഴ്ച ഇവിടെ മീനൊക്കെ വയ്ക്കാൻ വേണ്ടി വെച്ചിങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കണ്ട പല സൈസിൽ പല വെറൈറ്റിയിലുള്ള മീൻ എല്ലാം വേണ്ട. ഈ കടയിലുള്ളവരാണ് വെച്ചാൽ ഗോഡ്സ് ഓൺ കൺട്രി കിച്ചൺ. അവർ അത്യാവശ്യം നല്ല കൊള്ളാമെന്നുള്ളൊരു കടയാണ്. അവരെ പരിപാടിയൊക്കെ അകത്ത് നടക്കണം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കണ്ടില്ലേ, നല്ല വൈബായിട്ട് വന്നിരുന്ന് ഉള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ വരുന്ന സമയത്ത് ഈ കടയിലൊന്ന് കയറാൻ വേണ്ടി ശ്രമിക്കുക. അത്യാവശ്യം വൈബായിട്ടുള്ളൊരു സ്പോട്ടാണ്. ഈ പാട്ടെങ്ങനെ ഉണ്ടായിരുന്നല്ലോ, സൂപ്പർ പാട്ടായിരുന്നില്ലേ? അപ്പോൾ ഇതേപോലെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങളെല്ലാവരും വന്ന് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുക. നമ്മൾ രാവിലെ പറഞ്ഞതുപോലെയല്ല നൈറ്റ് വരുമ്പോൾ. സൺഡേസിലൊക്കെ ആണെങ്കിൽ എല്ലാ ഷോപ്പിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഡാർജിലിംഗ് കഫേയിലോട്ടാണ്. അവിടുത്തെ ഫുഡ് അത്യാവശ്യം കൊള്ളാം. അതേപോലെ റേറ്റ് നിങ്ങൾക്ക് പറയേണ്ടതില്ലല്ലോ. ഇവിടെ വരുമ്പോൾ അത്യാവശ്യം റേറ്റ് കൂടുതലാണ്. ഇവിടെ വന്ന് ഫുഡ് കഴിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ വന്ന് കഴിക്കാം. നിങ്ങളെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഫുഡെല്ലാം കഴിക്കാവുന്നതാണ്. നമ്മൾ നേരെ പോകുന്നത് ഡാർജിലിംഗ് കഫേയിലോട്ടാണ്. ഇവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട്. നമുക്കങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു പോകാം. I've seen a lot of change, been through a lot of pain. Some things are not the same as they were a year ago, but all will be okay. I move on each and every day. The past is where it stays, way back a year ago. I've changed for the better this time. I thought I would never be fine. I strive just to say I'm alright, and for the first time in a long time I'm alright. I've seen a lot of change, been through a lot of pain. Some things are not the same as they were a year ago, but all will be okay. I move on. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ ചെറുക്കൻ നല്ല രീതിയിൽ കറക്കുന്നുണ്ട്. അതിലെ കൈ സൂപ്പറായിട്ട് കറക്കുന്നത്. ഇതിൻ്റെ പേരറിയാമെന്നുള്ളവരൊന്ന് ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് സൂപ്പറായിട്ടുള്ളൊരു സംഭവമല്ലേ? കണ്ടില്ലേ?
അടിപൊളിയായിട്ട് കിടക്കുന്നു. അപ്പോൾ നിങ്ങളിവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലേഡീസിന് ആവശ്യമായിട്ടുള്ളത് കണ്ടില്ലേ, വെറൈറ്റി ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് അതേപോലെയുള്ള സാധനമെല്ലാം ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. സ്കാർഫ് അതേപോലെ ഡ്രസ്സ് ഉണ്ട്, ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ വയ്ക്കുന്ന അലങ്കാര വസ്തുക്കൾ, അതേപോലെ തന്നെ അതുണ്ട് മാല, കമ്മൽ, അതേപോലെയുള്ള എല്ലാ സാധനവും അവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി നേരെ അങ്ങോട്ട് പോകാൻ ഡാർജിലിംഗ് കഫേയിലോട്ട്. അത്യാവശ്യം കൊള്ളാം, നല്ല വൈബാണ്. നമ്മൾ ഒരു 6 മണിക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വൈബിൽ കാഴ്ചകൾ കണ്ട് പോവാം. അപ്പോൾ ഗൈസ് ഇതൊക്കെ എന്ന് പറയുന്നത് ഹാൻഡ് മെയ്ഡ് സാധനങ്ങളാണ്. ഇത് അത്യാവശ്യം വില കൂടുതലാണ് ഗൈസ്. ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. നിങ്ങൾക്ക് വീട്ടിൽ അലങ്കാര വസ്തുവായിട്ട് വെക്കാൻ പറ്റുന്ന സാധനമാണ്. അതേപോലെ തന്നെ കണ്ടില്ലേ, വെറൈറ്റി ആയിട്ടുള്ള സ്കാർഫുകൾ എല്ലാം വെച്ചിട്ടുണ്ട്. ഡ്രസ്സ് അതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് ഈ ക്ലിഫിൽ നിന്നുള്ള കടലിൻ്റെ കാഴ്ചകളാണ്. സംഭവം ഇതാണ് കടൽ ഗൈസ്. ദൂരെയായിട്ട് കാണുന്നത് ബോട്ടുകളാണ്. വെട്ടം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ കാണുന്നത്. പക്ഷേ നമ്മൾ വന്ന ടൈം അത്യാവശ്യം ലേറ്റായിപ്പോയി. അല്ലെന്നുണ്ടായിരുന്നത് നമുക്ക് ഈവനിങ്ങിലെ കാഴ്ചകളൊക്കെ കാണാമായിരുന്നു. സൂര്യ അസ്തമിക്കുന്നത് അതെല്ലാം നല്ല അടിപൊളിയായിട്ടുള്ളൊരു വൈബ് കാഴ്ച തന്നെയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, വന്നത് താമസിച്ചു പോയി. എങ്കിലും അടുത്ത പ്രാവശ്യം നമ്മൾ നേരത്തെ വരുന്നതാണ്. നമ്മൾ ഇതിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ ചിലപ്പോൾ ഉൾപ്പെടുത്തുന്നതാണ്. നിങ്ങളെല്ലാവരും കണ്ട് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കണ്ടില്ലേ ഗൈസ്, പക്ഷേ കടലിലൊന്നും ആരും ഇല്ല, വലുതായിട്ടുള്ള ആൾക്കാരൊന്നും ഇല്ല. കണ്ടില്ലേ, കടലെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ് ഗൈസ്. വഴിയിലൊക്കെ ഇതേപോലെയുള്ള സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വെച്ചേക്ക് നമുക്ക് കാണാം. പല വെറൈറ്റിയിലുള്ള സാധനങ്ങൾ കണ്ടില്ലേ, എല്ലാം വെറൈറ്റി ഒരു കാഴ്ചയാണ്. ഇതൊക്കെ നിങ്ങൾ വന്നൊന്ന് എൻജോയ് ചെയ്യണം. കണ്ടില്ലേ, ഓരോ ഹോട്ടലിനും അവരേതായ രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്കിനി നേരെ ഈ വഴി നേരെ ആണ് പോകാനുള്ള ചെറിയൊരു ഇടുങ്ങിയ പാതയാണ്. ഇവിടെ ആയിട്ട് നമുക്ക് മീനൊക്കെ കാണാൻ വേണ്ടി സാധിക്കും, പല സൈസിലുള്ള മീനൊക്കെ. ഇതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ, അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. പ്രോൺസ്, ടൈഗർ പ്രോൺസ് അതേപോലെയുള്ള മീനെല്ലാം ഉണ്ട്. അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ കഫേ ഇറ്റാലിയനയുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ള പിള്ളേരൊക്കെ നടന്നു പോകണം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വെറൈറ്റി ആയിട്ടുള്ള സീ ഫുഡൊക്കെ വെച്ചിങ്ങനെ കാണാൻ കേട്ടോ ഗൈസ്. നമുക്ക് കണ്ടില്ലേ, എല്ലാ കടയുടെ ഫ്രണ്ടിലും വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ റേറ്റൊക്കെ നല്ല അത്യാവശ്യം കൂടുതലാണ്. നിങ്ങൾ വരുമ്പോൾ ബഡ്ജറ്റ് നോക്കി കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ വന്ന് കഴിക്കുക. നമ്മൾ നടന്ന് നല്ല ഏറ്റവും എൻഡ് ഭാഗത്തോട്ട് എത്താറായിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ ഡാർജിലിംഗ് കഫേ ഉള്ളത്. ഗൈസ് നമ്മുടെ ചെസ്സൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് അറിയാമോ ഗൈസ്? ഇത് സൂപ്പർ ഒരു ഐറ്റമാണ്, സൗണ്ട് ആക്കണ ഒരു ഐറ്റമാണ്. അത് നിനക്ക് മനസ്സിലായി എന്തിനാണ്? എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ സാധനത്തിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഇത് കറക്കുമ്പോൾ ഇതിനകത്തുനിന്ന് ഒരു പ്രത്യേക തരം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതിനുള്ള സാധനമാണ്. പക്ഷേ അത് അത്യാവശ്യം കൊള്ളാമെന്നുള്ള. അതിൻ്റെ റേറ്റ് എത്രയാണെന്ന് അറിഞ്ഞൂടാ. ഇതേപോലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഗൈസ് ക്യാൻഡിൽ നൈറ്റ് ഡിന്നറിനൊക്കെ പറഞ്ഞവർക്കൊക്കെ പറ്റിയ ആംബിയൻസിനുള്ള സംഭവം കൂടെ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ ഗൈസ്, വിളക്കൊക്കെ കത്തിച്ച് വെച്ചേക്കണ. അവരെ ഓരോ ഷോപ്പിനും ഓരോ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സൈഡെല്ലാം ഇടിഞ്ഞു പോയി. കണ്ടില്ലേ ഗൈസ്, ഇവിടെ മൊത്തം ഒരു കമ്പ് വെച്ച് കെട്ടി വെച്ചിരിക്കുകയാണ്. നമുക്ക് എന്തായാലും മുന്നോട്ട് തന്നെ പോവാം. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാം. നമ്മൾ ഇത്രയും നേരം തേടി നടന്ന കട നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. നമുക്കിനി നേരെ ഈ കടയ്ക്കകത്തോട്ട് കയറി ഫുഡ് കഴിക്കാം. അങ്ങനെ കുറേ നേരത്തെ അന്വേഷണത്തിന് ശേഷമാണ് നമ്മൾ ഈ കട കണ്ടുപിടിച്ചത്. നമുക്ക് ഈ സ്റ്റെപ്പ് കയറി നേരെ മുകളിലോട്ട് പോകാം. ഏകദേശം അരമണിക്കൂറായപ്പോൾ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് സമയം പോകണമെന്ന് അറിയില്ല ഇവിടെ വരുമ്പോൾ. അപ്പോൾ ഈ കടയുടെ പേര് മറക്കണ്ട, ഡാർജിലിംഗ് കഫേ. നല്ല ആംബിയൻസ് ആയിട്ടുള്ളൊരു ഷോപ്പാണ്. നമുക്കിവിടെ വന്ന് ഫുഡൊക്കെ കഴിക്കാം. കണ്ടില്ലേ, ലൈറ്റ് എല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയുള്ള ഒരു വൈബായിട്ടുള്ളൊരു സ്പോട്ടാണ്. ഫുഡിൻ്റെ റേറ്റൊക്കെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം കത്തി റേറ്റാണ്. എങ്കിലും നിങ്ങൾ വന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അത്യാവശ്യം കൊള്ളാമെന്നുള്ളതാണ്. അത്യാവശ്യം ആംബിയൻസ് ആയിട്ടുള്ളൊക്കെ ഒരു ഷോപ്പാണ്. ഇഷ്ടംപോലെ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ഷോപ്പാണ്. നിങ്ങൾ വരുമ്പോൾ ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ടാണ്. അപ്പോൾ ഗായ്സ് നമ്മളങ്ങനെ വന്നിവിടെ സീറ്റൊക്കെ പിടിച്ച് ഇവിടെ ഇരിക്കുകയാണ്. അടുത്ത് നമുക്ക് ഓർഡർ ചെയ്യാം.
എന്താ വലിയൊരു മെനു കാർഡൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഡാർജിലിംഗ് കഫേ എന്ന് പറഞ്ഞ മെനു കാർഡൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ലൈറ്റായിട്ടും എല്ലാം ഓർഡർ ചെയ്യാം. നമ്മളെ ബഡ്ജറ്റിന് ഒതുങ്ങില്ല. എങ്കിലും നമുക്ക് ഇവിടെ വന്നതിൻ്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്തല്ലേ പറ്റും. നമുക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് ഓർഡർ ചെയ്യാം. പക്ഷേ അത്യാവശ്യം നല്ല വൈബാണ് കേട്ടോ. നല്ല കാറ്റും ഉണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു ഈവനിങ് ടൈമിലൊക്കെ വരുന്നതാണെങ്കിൽ നമുക്കിപ്പോൾ സീ വ്യൂ ഒക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് ആസ്വദിച്ച് പോകാനുള്ളൊരു സ്പോട്ടാണ്. കണ്ടില്ലേ, ക്യാൻറ്റീനൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ല വൈബാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ഒന്ന് ട്രൈ ചെയ്യുക. നമ്മളെ ഗോവയിലൊക്കെ പോകുന്നതിനെക്കാട്ടി നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. നമ്മളെ ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരു സ്പോട്ട് കൂടെയാണ് വർക്കല. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇതൊന്നും ട്രൈ ചെയ്യാം. നമുക്ക് എന്തായാലും അടുത്ത് ഫുഡ് ഓർഡർ ചെയ്യാം. ഫുഡ് വന്നതിന് ശേഷം ഞാൻ ബാക്കി വീഡിയോ ഇടുന്നതാണ്. നേരെ നമ്മൾ സീ വ്യൂ ഒക്കെ കിട്ടും. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നേരെ അവിടെ എന്തായാലും നല്ലൊരു അടിപൊളി സ്പോട്ടാണ് ഡാർജിലിംഗ് കഫേ. നിങ്ങൾ വരുമ്പോൾ മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യുക. ഇവിടുത്തെ ഫുഡ് അത്യാവശ്യം കൊള്ളാം ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത്. കണ്ടില്ലേ, ഒരു മെയിൻ കാർഡൊക്കെ കണ്ടില്ല. റേറ്റ് ഞാൻ കാണിച്ചു തരാം. എസ്പ്രസ്സോ ഇതെല്ലാം കണ്ടില്ലേ, 100, 150, 120. അത്യാവശ്യം കത്തി റേറ്റ് ആണെങ്കിലും നമ്മൾ ഇവിടെ വരുന്ന ടൈമിന് നിങ്ങൾക്കൊന്ന് എൻജോയ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വന്ന് ഫുഡ് കഴിക്കുക. അത്യാവശ്യം കൊള്ളാമെന്നുള്ളൊരു സ്പോട്ടാണ്. ഗൈസ്, നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാം. ഫ്രൈഡ് റൈസാണ് ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ കപ്പിലാണ് ജ്യൂസ്. നമുക്ക് ഫുഡ് കഴിക്കാം. അത്യാവശ്യം ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറയുന്നത് 300 രൂപയാണ്. ചിക്കൻ ഫ്രൈഡ് റൈസാണ്. അത്യാവശ്യം കുഴപ്പമില്ല, കൊള്ളാമെന്നുള്ള ക്വാണ്ടിറ്റിയിലുള്ള ഒരു സാധനമാണ്. ഫുഡ് കഴിച്ച് തീരാറായിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ വീഡിയോക്ക് ലൈക്ക് തരിക. അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.